സ്വർണ്ണക്കവർച്ചയടക്കം ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ CPM-ഉം സംസ്ഥാന സർക്കാരും ഒരു ഊരാ കുടുക്കിലായപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ ഇത് അയ്യപ്പന്റെ കോപമാണെന്ന്. ഇപ്പതാ ഈ അയ്യപ്പ സംഗമം നടത്തി അതിന്റെ കണക്ക് പുറത്തു വന്നതോടെ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പുറത്തുള്ള ഒരാള് ഓഡിറ്റ് ചെയ്ത കണക്കാ. അത് പുറത്തു വന്നപ്പോ അയ്യപ്പ കോപമല്ല, അയ്യപ്പ ശാപമാണ് ഈ സർക്കാരിനെ എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതുമുതൽ ഇങ്ങോട്ട്, അതിനെ തുടർന്നുണ്ടായ സ്വർണ്ണ കവർച്ച, കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. ഇതുണ്ടാക്കിയ വലിയ മുറിവിന് ചികിത്സ എന്ന നിലയിലാണ് പമ്പയില് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയത്, ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തില്. അതാ പറഞ്ഞത്, അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനേക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്തു. സർക്കാരിനെയും CPM-നെയും ഒന്ന് വെള്ളപൂശിയെടുക്കാൻ നോക്കിയതാ. അവസാനം ദേഹമാസകലം കരിയോയില് കോരി ഒഴിച്ച പോലായിപ്പോയി. കേരളത്തിന്റെ നവോത്ഥാന യാത്രയില് ഒരു ശകലം ദൂരം കൂടെ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് പിണറായി വിജയന്റെ സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയത്. ആ വഴിക്ക് ഒരു നവോത്ഥാന നായിക പട്ടവും പിണറായി സഖാവിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. എല്ലാം അടിയോടെ പാളിപ്പോയി. വിചാരിച്ചത് എന്താ, ഈ ബ്രണ്ണൻകോളയില് ഊരിപ്പിടിച്ച വടിവാളുകളുടെയും കഠാരകളുടെയും നടുവിലൂടെ നടന്നു വന്നതുപോലെ ശബരിമലയില് യുവതികളെ അങ്ങ് പ്രവേശിപ്പിക്കാവുന്ന, അതുവഴി നവോത്ഥാനം സാധ്യമാക്കാമെന്ന് കരുതിയതാ. പക്ഷെ ഒന്നും നടന്നില്ല. അതുമാത്രമല്ല, അപ്പോഴേക്ക് ഈ സ്വർണ്ണ കവർച്ച സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് വരിക. അയ്യപ്പന്റെ സ്വർണമാ കട്ടുകൊണ്ടുപോയത്. ദ്വാരപാലക ശില്പങ്ങളില്, കട്ടളപ്പാളിമേല്, ഇതിന്മേലൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറെ സഹാക്കളും ചേർന്ന് അടിച്ചു മാറ്റി. ദ്വാരപാലക ശില്പങ്ങളും കട്ടളപ്പാളിയും ഒക്കെ അതോടെ ഇളക്കി പുറത്തു കൊണ്ടുപോയിട്ടാണ് ഈ കവർച്ച നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി. ചെറിയ തോതിലുള്ള കൊള്ളയൊന്നും ആയിരുന്നില്ല അവിടെ നടന്നത്, വൻ മോഷണമാണ്. അതിന്റെ വാർത്തകൾ ഇങ്ങനെ പുറത്തോട്ട് വരിക. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും. അതിനാണ് ഇതുവരെ ശബരിമലയിൽ പോയിട്ടില്ലാത്ത പിണറായി വിജയനും സെറ്റും കൂടെ പമ്പ വരെ ചെന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിന്. അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാല് അഖിലകേരളാടിസ്ഥാനമോ അഖിലേന്ത്യാടിസ്ഥാനമോ ഒന്നുമില്ല, ആഗോള സംഗമം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡെലിഗേറ്റുകൾ വരിക. അങ്ങനെ സംഘടിപ്പിച്ചതാ. ഇപ്പൊ ഓഡിറ്റ് ചെയ്ത കണക്ക് പുറത്തു വന്നപ്പോൾ ആളുകളെ ഞെട്ടിക്കുന്ന കൊള്ളയാണ് അതിന്റെ പേരിൽ നടന്നിരിക്കുന്നത്. CPM ഇടയ്ക്കിടയ്ക്ക് കേരള പഠന കോൺഗ്രസ്, ചരിത്ര കോൺഗ്രസ്, ഇങ്ങനെയൊക്കെ ഓരോ മഹാസംഭവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ ഒരെണ്ണമായിട്ടാണ് ഈ അയ്യപ്പ സംഗമത്തെയും കണ്ടത്. ആളെ പറ്റിക്കലായിരുന്നു ഒരു ഉദ്ദേശം, അയ്യപ്പ ഭക്തന്മാരെ ഒന്ന് കബളിപ്പിക്കുക. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും കൂടെ ചേർന്ന് ഈ ഉടായിപ്പ് പരിപാടി നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. അതിന് കാര്യമായിട്ട് ആളൊന്നും വന്നുമില്ല. അവിടെ ശബരിമലയുടെ വികസനത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും നടന്നില്ല. ആകെയുണ്ടായത് മറ്റൊരു നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ട് വന്നതിന്റെ പേരിൽ കുറെ പഴി കേട്ടതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. NSS പിന്തുണച്ചു കേട്ടോ. അയ്യപ്പ സംഗമത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആ വഴിക്ക് വന്നിട്ടില്ല. പമ്പയിലെന്നല്ല, ആങ്ങമൂഴി വരെ പോലും സുകുമാരൻ നായർ വന്നില്ല. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറാൻ വലിയ പൂതിയും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പകരം ഒരു പ്രതിനിധിയെ അയച്ചതേ ഉള്ളൂ. പക്ഷെ സംഗതി കൂഞ്ഞിനെ ഗുരുവായിപ്പോയി. ഈ സ്വർണ്ണ കവർച്ച അത് CPM-നെയും സർക്കാരിനെയും എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഹൈക്കോടതി ഇടപെട്ട് നടത്തിയ ഒരു അന്വേഷണമായിപ്പോയി. ഹല്ലേ കയറി ഒന്ന് ഇടപെടാമായിരുന്നു. വേണ്ട പോലെ ഇടപെടാൻ പറ്റിയില്ല, എന്നാലും ഇടപെട്ടു കേട്ടോ. പറ്റുന്നിടത്തോളം ഒക്കെ ഇടപെട്ടു. പക്ഷെ നമ്മുടെ ഒരു കളി കളിച്ചു കേട്ടോ. കുറ്റപത്രം സമർപ്പിക്കുന്ന അങ്ങ് നീട്ടിക്കൊണ്ടുപോയി. സാധാരണഗതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. നമ്മുടെ പത്മകുമാറും വാസുവും മറ്റുള്ളവരൊക്കെ സുപ്രീം കോടതി വരെ പോയതാ ജാമ്യത്തിന് വേണ്ടി. അവിടെ ഒന്നും കിട്ടിയില്ല. സുപ്രീം കോടതി അത്ഭുതത്തോടെ ചോദിച്ചു, ഭഗവാന്റെ മുതൽ പോലും നിങ്ങൾ അടിച്ചു മാറ്റിയല്ലോ എന്ന്. പക്ഷേ കുറ്റപത്രം വൈകിയതുകൊണ്ട് ഇപ്പോ പത്മകുമാർ ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു നിൽക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവും അടക്കമുള്ള പ്രതികൾ ഇപ്പൊ പുറത്താ. അങ്ങനെ ഈ സ്വർണ്ണ കവർച്ച കേസ് ഒന്ന് മൂടി പൊതിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലയോ ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ ഇതുപോലെ വേണം. നമ്മുടെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം പോലെ വേണം. ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്താലേ വിദേശത്തു നിന്ന് യൂണിവേഴ്സിറ്റികൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വരും. എങ്ങനെയാണ് ഇവര് അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളത്. സർക്കാരിന്റെ കാശ, സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ചെലവൊന്നും വരികയില്ലെന്നാ പറഞ്ഞത്. പക്ഷേ മൊത്തത്തിൽ ഇപ്പൊ ചെലവ് എത്ര എന്നറിയാമോ? 6.32 കോടി രൂപ. ആകെ കൂടെ ഈ സ്പോൺസർഷിപ്പ് എന്നും പറഞ്ഞ് കിട്ടിയത് 2 കോടി രൂപ മാത്രമാണ്. ബാക്കി ഇപ്പൊ സർക്കാർ കൊടുക്കണം, അഥവാ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് സർക്കാരാ. ഇനി സമ്മേളനത്തിന്റെ നടത്തിപ്പ് ബഹുരസമാണ്.
അതായത് ഒന്നിനും ടെൻഡർ ഇല്ല. സർക്കാർ നടത്തുന്ന പരിപാടിയൊക്കെ ടെൻഡർ വിളിച്ചിട്ട് ഒരു മുട്ടുസൂചി പോലും വാങ്ങിക്കാവൂ എന്നാണ് ചട്ടം. ടെൻഡർ ഇല്ല, ബില്ലുമില്ല. ഇതാണ് ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പിലെ ഒരു പ്രത്യേകത. ഇപ്പൊ ഇനി 4.35 കോടി രൂപ സർക്കാർ കണ്ടെത്തണമെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഖജനാവിലാണെങ്കിൽ പറ്റി പറ്റി കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്നിനും കാശില്ല. എല്ലാ ദിവസവും പത്രത്തില് ഓരോ വാർത്ത വരും. അവർക്ക് കിബി ഇത്ര കോടി രൂപ കൊടുക്കുന്നു, ഇവർക്ക് കിബി ഇത്ര കോടി രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നതായിട്ട് നമുക്ക് യാതൊരു അറിവും വിവരവും ഒന്നുമില്ല. ഖജനാവിൽ കാശില്ലെന്നേ, അതില്ലാതെ ഇവന് ഇവിടുന്ന് എടുത്തു കൊടുക്കാനാ. ഇനിയിപ്പോ സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറയുക, ജാമ്യത്തിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ, കുറച്ച് കാശ് സംഘടിപ്പിച്ചു തരാൻ പറഞ്ഞാല് ഒരു 1-2 ദിവസത്തെ സാവകാശം കൊടുത്താൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി കൊടുക്കാനുള്ള ഈ 4 കോടിയിൽ പരം രൂപ എങ്ങനെങ്കിലും സംഘടിപ്പിച്ചു തരും. ആ വഴിക്കൊന്ന് ശ്രമിക്കാവുന്നതാ. ഒറ്റ ദിവസത്തെ പരിപാടിയാ, പകല് മാത്രം, രാത്രിയിൽ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇതിന് വന്ന ഡെലിഗേറ്റുകളെ താമസിപ്പിച്ച എവിടെയാണെന്നറിയാമോ? മൂന്നാറിലും അതുപോലെ തന്നെ കുമരകത്തും ഒക്കെയാണ്. നമ്മുടെ അതിഥികളല്ലയോ, സർക്കാരിനെ വെള്ളപൂശാൻ വരുന്നവരല്ലയോ, അവരെ മാനമര്യാദയ്ക്ക് താമസിപ്പിക്കണ്ടായോ? നല്ല ഭക്ഷണം കിട്ടുന്നിടത്തും മറ്റനുസാരികള് ലഭ്യമായ സ്ഥലങ്ങളിലും താമസിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവരെ താമസിപ്പിക്കാൻ കുമരകത്തും മൂന്നാറിലും ഒക്കെ സ്ഥലം കണ്ടെത്തിയത്. പിന്നെ ഭക്ഷണം അവിടെ ആകുമ്പോൾ പച്ചക്കറിയെ പറ്റൂ, മാംസാഹാരം പറ്റത്തില്ല. അതുകൊണ്ട് പലയിടം കേറ്ററേഴ്സിനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു. 1-ാം തരം ടീമാ, നല്ല സദ്യ ഉണ്ടാക്കി വിളമ്പുന്ന പാർട്ടികളാ. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 14,000 പേര് ഈ പന്തലിന്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സമ്മേളനകാലിൽ ആരും ഉണ്ടായിരുന്നില്ല, ചർച്ചയൊന്നും കാര്യമായിട്ട് നടന്നുമില്ല. അങ്ങനെ 14,000 പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സംഘാടകര് 5,000 ഊണങ്ങ് വിളമ്പി. 4,000 പേരേ ഉള്ളൂ, 5,000 ഊണ് വിളമ്പി. പറഞ്ഞല്ലോ, പകല് മാത്രമായിരുന്നു പരിപാടികൾ. ഒരു 4 മണിയായപ്പോഴത്തേക്ക് തീർന്നു, സ്ഥലം കാലിയായി, എല്ലാവരും പോയി. പക്ഷെ നമ്മുടെ ഒരു 3,000 അത്താഴവും അങ്ങ് വിളമ്പി. മനസ്സിലായില്ലേ? എടാ, ഉച്ചയ്ക്ക് നമ്മൾ 10,000 പേർക്ക് സദ്യ കൊടുത്തായില്ലയോ? വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടായോ? ഒരു 3,000 പേർക്ക്. വേറെ പുസ്തകത്തിലൊരു കഥയുണ്ട്. യേശുക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചു. ഭക്ഷണം കുറവായിരുന്നു, പക്ഷെ ആള് കൂടുതലായിരുന്നു. പക്ഷേ യേശു ഒരു അത്ഭുത പ്രവൃത്തിയൊക്കെ നടത്തി, 5,000 പേരെ പോഷിപ്പിച്ചു. ഇവിടെ അങ്ങനെയല്ല, 4,000 പേരെ വന്നുള്ളൂ, 5,000 പേർ കൂട് കൊടുത്തു. ആരും ഇല്ലാതിരുന്ന രാത്രിയില് 3,000 പേർക്ക് അത്താഴം കൊടുത്തു. എങ്ങനെയുണ്ട്? പിന്നെ പകൽ പരിപാടിയാണേലും കുറച്ച് കട്ടില് വാങ്ങിക്കണ്ടായോ? ഒരു 150 കട്ടിലൊക്കെ വാങ്ങിച്ചു. അത് എവിടത്തേക്കാ? അന്നദാന മണ്ഡപത്തിലേക്ക്. ചേട്ടാ, ഈ അന്നദാന മണ്ഡപത്തിൽ എന്തിനാ കട്ടില്? ചേട്ടാ, കട്ടിലേല് കടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആണോ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ അന്നദാനം കൊടുക്കുന്നത്? ഒരു 150 എണ്ണം. ഇപ്പൊ പരിശോധിച്ച് കഴിഞ്ഞപ്പോ 100 എണ്ണം അവിടെ ഉണ്ട് കേട്ടോ. ദോഷം പറയരുത്, ബാക്കി 50 ഇതിലേ പോയെന്ന് അറിയത്തില്ല, ആവിയായി പോയി. ഇതിൽ ഒരു കട്ടിലിനും അതിലെ മെത്തയ്ക്കും തലയിണയ്ക്കും എല്ലാം കൂടി 1.11 ലക്ഷം രൂപ. അതെന്തോ കട്ടില? എന്നാ ചന്ദനം കൊണ്ടുണ്ടാക്കിയതാണോ അതോ സ്വർണം പൊതിഞ്ഞതാണോ? ഒരു കട്ടിലിന് 1.11 ലക്ഷം രൂപ. ഇത് ആർക്ക് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ? മുഖ്യമന്ത്രി രാവിലെ അവിടെ വന്നു, വെള്ളാപ്പള്ളി നടേശൻ കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രസംഗമൊക്കെ നടത്തി അങ്ങ് പോവുക ചെയ്തത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോലും നമുക്ക് ഉറപ്പില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ 1 ലക്ഷത്തിൽ പരം വരെയുള്ള കട്ടിൽ വാങ്ങിച്ചത്? അതും അന്നദാന മണ്ഡപത്തിലേക്ക്. എന്താ കളിയത്? ദേവസ്വം ബോർഡിന്റെ ഒരു കളിയെ. പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളല്ലയോ ഈ സംഗമത്തിന് വന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടായോ? പ്രതിനിധികള്, കുറച്ച് ഉദ്യോഗസ്ഥന്മാര്, അവരെല്ലാം കൂടാണ് ഈ 4,000 പേരെന്ന് പറയുന്നത്. ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, അതിപ്പോഴത്തെ രീതിയാണല്ലോ. അതിന് ചെലവായി എത്ര? 73 ലക്ഷം രൂപ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അവരായിരുന്നു ഇതിനെ നടത്തിപ്പെന്നാ പറയുന്നത്. ഊരാളുങ്കലാണെങ്കിൽ പിന്നെ ചോദ്യവും പറിച്ചതൊന്നുമില്ല കേട്ടോ. അതിന് ടെൻഡറും ഒന്നും വേണ്ട. നമ്മുടെ സർക്കാരിന്റെ ഒരു ഭാഗം പോരാ, സർക്കാർ തന്നെയാണ്. അവരുടെ കീഴില് അവരുടെ ഒരു സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ്, പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ്, IIT IM എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അതുപോലാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ ഊരാളുങ്കലിന്റെ ഒരു സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ മതി. അവരാണ് ഇതെല്ലാം നടത്തിയത്. അവരാകുമ്പോൾ പിന്നെ ചോദ്യവും പറിച്ചിടൊന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സർക്കാരിന്റെ ഒരു ഭാഗം തന്നെയാണ്. CPMന്റെയും ഒരു ഭാഗമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോ സ്വർണ്ണ കവർച്ചയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു വലിയ വൻ കവർച്ചയായിട്ട് ഈ അയ്യപ്പ സംഗമം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു, അടൂർ പ്രകാശിന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു. സോണിയാഗാന്ധിയെ കണ്ടപ്പെടുത്ത ചിത്രത്തില് ആന്റണി ഉണ്ട്. ഇതൊക്കെ ഒന്ന് കാണിച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയതാ. അത് പണ്ടേ അങ്ങ് ചീറ്റിപ്പോയി. പിന്നെ ഈ കൊടിമരം പുതുക്കിപ്പണത്, അതിന്മേൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാമോ? അന്ന് UDFന്റെ ദേവസ്വം ബോർഡാ, പക്ഷെ ഒരംഗം CPM-കാരനാണ്. അതുവരെ ശ്രമിച്ചു നോക്കിയതാ. അതുപോലെ കൊടിമരത്തിന്റെ മുകളിലുള്ള വാജീവാഹനം, അത് കാണാനില്ലായിരുന്നു. അതിന്മേൽ കയറി പിടിക്കാമെന്ന് വിചാരിച്ചതാ, പക്ഷെ അത് തന്ത്രിക്ക് കൊടുത്തതാ.
അത് തന്ത്രിയുടെ അവകാശമാണ്, താന്ത്രിക അവകാശമാണെന്നാണ് പറയുന്നത്. അല്ലാതെ ആരും അടിച്ചുകൊണ്ട് പോയതല്ല. അത് മാത്രമല്ല, ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കുന്ന ചടങ്ങില് നമ്മുടെ ഈ CPM-ന്റെ ദേവസ്വം ബോർഡങ്ങോ ഉണ്ട്. അപ്പൊ പിന്നെ അത് വെച്ചുകൊണ്ടുള്ളൊരു കളി അങ്ങ് പാളിപ്പോയതാ. ഇതിൽ നിന്ന് ഊരി കിട്ടാൻ പല പല ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഓഡിറ്റ് ചെയ്ത കണക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഓഡിറ്റ് ചെയ്യാത്ത ഒരു ബദൽ കണക്കുമായിട്ട് നമ്മുടെ പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, രംഗത്തോട്ടെന്ന് കേട്ടു. പക്ഷേ ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പരിശോധിച്ച് തയ്യാറാക്കിയ കണക്കാ. ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തിയപ്പോൾ വലിയ പിന്തുണയായിരുന്നു കേട്ടോ. ഇടതുപക്ഷ ചിന്തകന്മാര്, ബുദ്ധിജീവികള്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവര്, ഫെമിനിസ്റ്റുകള്, ഇവരെ ഒറ്റക്കെട്ടായിട്ട് പിണറായി വിജയനെ പിന്തുണച്ചതാ. ഇപ്പതാ അതിനെ തുടർന്ന് ഇത്രയും തൊന്തരവുകളിൽ പെട്ട് നിൽക്കുമ്പോൾ പിണറായി വിജയനെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റയ്ക്ക് ഈ ഭാരം മുഴുവൻ പേറേണ്ടി വന്നിരിക്കുകയാണ്. ഇതിനാണ് ഈ അയ്യപ്പ കോപം, അയ്യപ്പ ശാപം എന്നൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു.